അടുത്ത സീനിൽ ഫ്ലാറ്റിന്റെ മുകളിൽ നിൽക്കുന്ന ഒരു കുട്ടി ബാൽക്കണിയുടെ പുറത്ത് കിടക്കുന്ന ബാൾ എടുക്കാൻ ശ്രമിക്കുകയാണ്. ആ സമയം പുറത്ത് നിൽക്കുന്ന പൂർവി അത് കാണുകയാണ്. പൂർവി ആ കുട്ടിയോട് അങ്ങനെ ചെയ്യരുത്, വീഴുമെന്ന് പറഞ്ഞ് അലറി വിളിച്ച് പറയുകയാണ്. പൂർവി പറയുന്നതൊന്നും കേൾക്കാതെ ആ കുട്ടി ബാൽക്കണിയുടെ പുറത്ത് വരികയാണ്. അപ്പോൾ ആ കുട്ടിയുടെ കാല് സ്ലിപ്പ് ആവുകയും ആ കുട്ടി അവിടെയുള്ള കമ്പിയിൽ പിടിച്ച് തൂങ്ങിക്കിടക്കുകയും ചെയ്യുകയാണ്. പേടിക്കുന്ന ആ കുട്ടി അലറി വിളിച്ച് കരയുകയാണ്. അത് കാണുന്ന പൂർവി ബിൽഡിംഗിന്റെ ചുവരിന്റെ അടുത്ത് വരികയാണ്. എന്നിട്ട് പൂർവി നാഗമായി മാറി ചുവരിൽ കൂടി ഇഴഞ്ഞ് മുകളിൽ വരുന്ന പൂർവി ആ കുട്ടിയെ രക്ഷപ്പെടുത്തുകയാണ്. ആ കുട്ടിയെ പൂർവി മുകളിലാക്കുകയാണ്. അത് കാണുന്ന ആ കുട്ടി പൂർവിയോട് കാണാൻ നാഗത്തിന്റെ വാലിനെ പോലെ തോന്നുന്നു, നിങ്ങൾ നാഗിനിയാണോ എന്ന് ചോദിക്കുമ്പോൾ നാഗിനിയല്ല, സീരിയലിന് മാത്രമാണ്, യഥാർത്ഥത്തിൽ അങ്ങനെ ഒന്നും ഇല്ല എന്ന് പറയുകയാണ്. ആ സമയം അവിടെ ആ കുട്ടിയുടെ അമ്മ വരുന്നു. അവരോട് പൂർവി നടന്ന എല്ലാ കാര്യങ്ങളും പറയുകയാണ്. അത് കേൾക്കുന്ന അവർ നിങ്ങൾ എങ്ങനെയാണ് മുകളിലേക്ക് വന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോഴാണ് പൂർവി മുകളിലാണ് നിൽക്കുന്നതെന്ന് ഓർമ്മിക്കുന്നത്. അത് ഓർമ്മ വരുന്ന പൂർവി താഴേക്ക് നോക്കുമ്പോൾ പേടിച്ച് അലറി വിളിക്കുകയാണ്. പൂർവി ബാൽക്കണിയിൽ കമ്പിയിൽ തൂങ്ങിക്കിടന്ന് അലറി വിളിച്ച് കരയുകയാണ്. അത് കാണുന്ന കുട്ടിയുടെ അമ്മ പൂർവിയെ രക്ഷപ്പെടുത്താമെന്ന് പറഞ്ഞ് പൂർവിയുടെ കയ്യിൽ പിടിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ പൂർവിയുടെ കൈ കമ്പിയിൽ നിന്ന് വിടുകയും പൂർവി താഴേക്ക് വീഴുകയും ചെയ്യുന്നു. താഴെ വീഴുന്ന പൂർവി ഇത്രയും മുകളിൽ നിന്ന് വീണിട്ട് ഒരു കുഴപ്പവും സംഭവിച്ചില്ല എന്ന് പറഞ്ഞ് പൂർവി അവിടെ നിന്ന് പോവുകയാണ്. ഇതെല്ലാം കണ്ട് അതിശയത്തോടെ നിൽക്കുന്ന ആ കുട്ടി അമ്മയോട് അതൊരു നാഗകന്യകയായിരുന്നു എന്ന് പറയുകയാണ്. അടുത്ത സീനെ പൂർവിയെ വിളിച്ചുകൊണ്ട് രാകേഷിന്റെ അടുത്തേക്ക് പോവുകയാണ്. രാകേഷിന്റെ അടുത്ത് വരുന്ന അനന്ത് രാകേഷിനോട് പൂർവിക്ക് രാകേഷിനെ കുറിച്ച് ഒരു തെറ്റിദ്ധാരണ ഉണ്ടായി എന്നും അത് രാകേഷ് പറഞ്ഞാൽ മാത്രമേ പൂർവിക്ക് മനസ്സിലാവുകയുള്ളൂ എന്നും പറയുകയാണ്. അത് കേൾക്കുന്ന രാകേഷ് പൂർവി പറഞ്ഞതെല്ലാം ശരിയാണെന്നും എനിക്ക് നീയുമായുള്ള കമ്പനി ഇഷ്ടമാണ്, അല്ലാതെ വിവാഹം കഴിക്കാനൊന്നും അല്ല എന്നും എനിക്ക് ടൈം പാസ് മാത്രമായിരുന്നു നീ എന്നും പറയുകയാണ്. അത് കേട്ട് ദേഷ്യം വരുന്ന അനന്ത രാകേഷിനെ അടിക്കാൻ പോകുമ്പോൾ അനന്തയുടെ കൈ ആര്യൻ പിടിക്കുകയാണ്. നീ എന്താണ് ചെയ്യുന്നതെന്ന് അനന്തയോട് ആര്യൻ ചോദിക്കുമ്പോൾ അനന്ത ആര്യനോട് എല്ലാ കാര്യങ്ങളും പറയുകയാണ്. എന്നിട്ട് അനന്ത പ്രഗ്നന്റ് ആണെന്നും പറയുകയാണ്. അതെല്ലാം കണ്ടിട്ടും ഒന്നും പറയാൻ കഴിയാതെ നിൽക്കുകയാണ് ആര്യൻ. ഇങ്ങനെയുള്ള സ്വഭാവമുള്ള ഒരു പെൺകുട്ടിയുമായുള്ള എന്റെ മകന്റെ വിവാഹം നടക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുകയാണ് പർമീത്. അത് കേട്ട് ദേഷ്യം വരുന്ന അനന്ത സൂര്യ കുടുംബം എന്നോട് ചെയ്ത ചതി പുറലോകം അറിയുമെന്നും മീഡിയ അറിയുമെന്നും പർമീതിനോട് പറഞ്ഞിട്ട് പൂർവിയെ വിളിച്ചുകൊണ്ട് അനന്ത അവിടെ നിന്നും പോവുകയാണ്. അവർ രണ്ടുപേരും പോകുമ്പോൾ അവരുടെ കയ്യിൽ നിന്ന് വീഴുന്ന കർച്ചീഫ് കാണുന്ന പർമീത് ആ കർച്ചീഫ് കയ്യിലെടുക്കുകയാണ്. ശേഷം പർമീത് ആ കർച്ചീഫ് കയ്യിൽ വെച്ചിരിക്കുമ്പോൾ അവിടേക്ക് ഒരു ചെന്നായ വരികയാണ്. പർമീതിന്റെ അടുത്ത് വരുന്ന ആ ചെന്നായ കർച്ചീഫ് മണപ്പിക്കുകയാണ്. അപ്പോൾ ആ ചെന്നായയോട് പർമീത് ഈ രണ്ട് പെൺകുട്ടികളെയും കൊല്ലണമെന്നും എന്റെ മകനായ നീ അച്ഛനെ സഹായിക്കുമെന്ന് എനിക്കറിയാമെന്നും പറയുകയാണ്. അത് കേൾക്കുന്ന ചെന്നായ അവിടെ നിന്നും പോവുകയാണ്. ചെന്നായ പോകുന്നത് കാണുന്ന പർമീത് മൃഗം കൊല്ലുകയാണെങ്കിൽ നമ്മൾ ആരും ഡൗട്ട് അടിക്കില്ല എന്ന് പർജീത്തിനോട് പറയുകയാണ്. അടുത്ത സീനിൽ സൗണ്ട് കേട്ട് പുറത്ത് നോക്കുന്ന രോഹൻ ഒരു ഡോഗിനെ കാണുകയാണ്. ആ ഡോഗിനെ കാണുന്ന രോഹൻ റോയൽ ടൈപ്പ് ഡോഗാണെന്ന് തോന്നുന്ന രോഹൻ അതിന് കഴിക്കാൻ ഫുഡുമായി ആ ഡോഗിന്റെ അടുത്തേക്ക് പോവുകയാണ്. ഫുഡുമായി ആ ഡോഗിന്റെ അടുത്ത് രോഹൻ പോകുമ്പോൾ ആ ഡോഗ് രോഹനെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയാണ്. രോഹന്റെ വിളി കേട്ട് അവിടേക്ക് അനന്തയും പൂർവിയും വരികയാണ്. അവർ വരുന്നത് കാണുന്ന രോഹൻ ഇത് ഡോഗല്ല ചെന്നായിയാണ്, നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടോ എന്ന് പറയുന്നത് കേൾക്കുന്ന അവർ രണ്ടുപേരും അവിടെ നിന്ന് ഓടുകയാണ്. അവരുടെ പുറകെ ചെന്നായയും ഓടുകയാണ്. കുറെ ദൂരം ഓടുമ്പോൾ കാല് തട്ടി വീഴുന്ന അനന്ത ഉരുണ്ടുപോയി ഒരിടത്തേക്ക് വീഴുകയാണ്. അത് കാണുന്ന പൂർവി ആ ചെന്നായിയുടെ ശ്രദ്ധ മാറ്റാൻ വേണ്ടി ഓപ്പോസിറ്റ് സൈഡിലൂടെ ഓടുകയാണ്. ഓടി പൂർവി കാട്ടിന്റെ അകത്തേക്ക് പോവുകയാണ്. പൂർവിയുടെ പുറകെ ചെന്നായയും വരികയാണ്. തുടർന്ന് പൂർവി ഓടി കൊക്കയിലേക്ക് വീഴുകയാണ്. വീഴ്ചയിൽ പൂർവിയുടെ ബോധം പോകുന്നു. ചെന്നായ മുകളിൽ നിന്ന് പൂർവിയെ നോക്കുകയാണ്. അപ്പോൾ പൂർവി കിടക്കുന്ന സ്ഥലത്ത് 1000 നാഗങ്ങൾ വരികയാണ്. ആ നാഗങ്ങൾ പൂർവിയുടെ ശരീരം മുഴുവൻ കൊത്തുകയാണ്. പൂർവിയുടെ ശരീരത്തിൽ മുഴുവൻ നാഗങ്ങൾ ഇഴയുകയാണ്. പൂർവി നാഗങ്ങൾ കൊത്തുമ്പോൾ വേദന കൊണ്ട് അലറി വിളിക്കുകയാണ്. അവസാനം നാഗങ്ങൾ ഇഴഞ്ഞു പോകുമ്പോൾ അവിടെ നിന്ന് എഴുന്നേൽക്കുന്ന പൂർവിക്ക് ശക്തികൾ വരികയാണ്. അപ്പോൾ പൂർവി അലറി വിളിക്കുകയാണ്. ആ സമയം അവിടെ ചെന്നായ വരികയാണ്. ചെന്നായെ കാണുന്ന പൂർവി ചെന്നായയുമായി ഫൈറ്റ് ചെയ്യുകയാണ്. പൂർവി ചെന്നായയെ ഉപദ്രവിക്കുകയാണ്. തോൽവി സമ്മതിക്കാതെ വീണ്ടും ചെന്നായ എഴുന്നേറ്റ് പൂർവി ആക്രമിക്കാൻ വേണ്ടി പൂർവിയുടെ നേരെ വരികയാണ്. തുടർന്ന് പൂർവിയും ചെന്നായും തമ്മിൽ വലിയൊരു ഫൈറ്റ് നടക്കുകയാണ്. പറന്നും ചാടിയും പൂർവിക്ക് കിട്ടിയ ചെറിയ ശക്തികൾ ഉപയോഗിച്ച് പൂർവി ഫൈറ്റ് ചെയ്യുകയാണ്. കഥയുടെ അടുത്ത പുതിയ ഇൻട്രസ്റ്റിംഗ് സംഭവങ്ങളുമായി അടുത്ത ആഴ്ച കാണാം. താങ്ക് യു. ബൈ. എപ്പിസോഡിന്റെ ഫുൾ വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്.